ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BK ലേഡീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഒരു യാത്രക്കുള്ള പുറപ്പാടിലാണ്. വെള്ളവും കട്ടൻ ചായ, ടിഷ്യൂ പേപ്പർ, മധുരമുള്ള വെള്ളം, ഉപ്പിട്ട നാരങ്ങ വെള്ളം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും എടുക്കലാണ് നല്ലത്. വെള്ളമൊക്കെ പ്രത്യേകിച്ചും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഒന്നാമത് ഈ കോവിഡിൻ്റെ സമയത്ത് പുറത്തു നിന്നുള്ള കഴിയുന്നതും ഒഴിവാക്കലാണല്ലോ നല്ലത്. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ബേക്കറി പലഹാരങ്ങളും എല്ലാം വാങ്ങിയെടുത്തിട്ടാണ് പോയത്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുമുണ്ട്. 4 ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവരുടെ കുട്ടികളും എല്ലാവരും ഞങ്ങൾ 30 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. നമ്മളിപ്പോൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് യാത്ര ഞാൻ കുറേ ചെയ്തതാണ്. അവിടെ മോളും മകളും മകളുടെ ഭർത്താവൊക്കെ അവിടെ 3 വർഷം അവിടെ മേപ്പാടി ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്നു. മകളുടെ ഭർത്താവ് അവിടെ പെർമനോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകാൻ താമസിക്കാറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നത് കൊണ്ട് ഇതിപ്പോൾ വേറെ ലെവലിലാണ് യാത്ര. ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ 30 പേരും 6 വയസ്സിന് താഴെയുള്ള ചെറിയ ഒരു 4-5 കുട്ടികളുമുണ്ട്. അപ്പോൾ ഫാമിലിയുടെ കൂടെയൊക്കെ പോകുമ്പോൾ അത് വേറൊരു ത്രില്ലായൊരു യാത്രയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് 2 മണിയായി. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചിക്കൻ മന്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെട്ടു. നമുക്കവിടെ 2 മണി മുതലാണ് സ്റ്റാർട്ടിങ്. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാത്ര പിന്നെയും പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി ആയതുകൊണ്ട് കുറ്റ്യാടി ചുരം വഴിയാണ് ഞങ്ങളുടെ യാത്ര. റോഡിന് ഇരുവശവും നല്ല പച്ചപ്പും കാടുമൊക്കെയാണ്. വളരെ ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ വയനാട്ടിലെത്തുമ്പോൾ നമ്മുടെ നാട്ടിലെക്കാട്ടും ചൂടൊക്കെ കുറവാണല്ലോ. നല്ല തണുപ്പും ചാറ്റൽ മഴയും ഒരു കുളിരൊക്കെ ഉണ്ട്. പിന്നെ വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ചായത്തോട്ടങ്ങളും അതൊക്കെയാണല്ലോ. അത് കാണാതെ വയനാടിനെ പറ്റി നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. അപ്പോൾ നല്ല മനോഹരമായ ചായത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇതൊക്കെ അടുത്തുനിന്ന് കാണാൻ. അപ്പോൾ പിന്നെ നമ്മൾ ടൗണിലേക്ക് എത്തി. അങ്ങനെ മാറി മാറി ടൗണും ചായത്തോട്ടങ്ങളും ഒക്കെ കടന്ന് പണ്ടത്തെ യാത്രയുടെ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അബാദ് ഗ്രൂപ്പിൻ്റെ ഒരു വില്ലയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഗേറ്റ് കടന്നെത്തി മെയിൻ റോഡ് വന്ന് കട്ട് റോഡിലേക്ക് കയറി. അപ്പോൾ അവർക്കിവിടെ താഴെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ചെറിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ താഴെ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അവർ ജീപ്പ് വന്ന് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ എല്ലാവരുടെയും വലിയ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ സ്വന്തം വണ്ടി തന്നെ വിളിച്ച് ഞങ്ങൾ മേലേക്ക് പോവുകയാണ്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത്. കാട്ടിൻ്റെ നടുവിലാണ് നമ്മുടെ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വേറെയും ഈ ഗ്രൂപ്പിന് വേറെയും വില്ലകളുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, തേക്കടി, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് വില്ലകളുണ്ട്. നല്ല കോടയും റോഡിന് ഇരുവശവും ഏലച്ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. പറഞ്ഞാലൊന്നും നിങ്ങൾക്കറിയില്ല. വന്ന് തന്നെ കാണണം. അത്രക്കും മനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ
6 വണ്ടികളിലായിട്ടാണ് പോകുന്നത്. 3 ഇന്നോവ, ഒരു SUV, ഒരു ഫോർച്യൂണർ, ഒരു കാർ, ഒരു ജീപ്പാണ്. എല്ലാം നമ്മുടെ ഫാമിലിയിൽപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഒരു കട്ടോടിൽ എത്തിയിട്ടുണ്ട്. കട്ടോടിയിൽ എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, വളരെ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണിവിടെ. കോടമഞ്ഞും തണുപ്പും. വയനാടെന്ന് പറഞ്ഞാൽ തന്നെ തണുപ്പും കുളിരുമാണല്ലോ. ഇതാണ് പേര്, ബ്രൂക്ക് സൈഡ്. അവരുടെ വില്ലയുടെ ബോർഡാണിത്. ഫോർച്യൂണർ നമ്മുടെ വണ്ടിയാണ്, ബ്രദേഴ്സിൻ്റെ വണ്ടിയാണ്. ഇന്നോവ എല്ലാം ഒരേ നമ്പറാണ്. ഇന്നോവ, SUV മൂത്ത ബ്രദറിൻ്റെ വണ്ടിയാണ്. ഇന്നോവ, കാറിൻ്റെ ജീപ്പാണ്. നമ്മളുടെ ഫാമിലിയിൽപ്പെട്ട വണ്ടി തന്നെയാണ്. അപ്പം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 3 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ബാഗ് എല്ലാം സാനിറ്റൈസ് ചെയ്യുകയാണ്. വളരെ സുരക്ഷിതമായിട്ടാണ് ഇവിടുത്തെ താമസമൊക്കെ. എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഈ 3 വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഞാനൊരു ഗിവ് അവേ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരു വില്ല എന്ന കണക്കിൽ, ഒരു ഫാമിലിക്ക് ഒരു വില്ല എന്ന കണക്കിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. വിജയിയെ തിരഞ്ഞെടുത്താൽ അവർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇത് മോനാണ് സുഹൈൽ. അവനാണ് ടൂർ ഓപ്പറേറ്റർ. നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം സാനിറ്റൈസ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയിലാണ്. അവിടെ ചെന്ന ഉടനെ നമുക്കൊക്കെ ചുക്ക് കാപ്പി കുടിക്കാൻ തരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലേക്ക് വരെ എല്ലാവർക്കും നന്ദി.